ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡോമിംഗ് ബഡ്സ്. നമ്മൾ ഇന്ന് 4ാം ക്ലാസ്സിലെ മലയാളത്തിലെ കളിക്കാം ചിരിക്കാം എന്ന 4ാമത്തെ പാഠത്തിലെ കളിമേളം എന്ന പാഠഭാഗവും അതിൽ വരുന്ന പ്രവർത്തനവുമാണ് പരിചയപ്പെടുന്നത്. പാഠത്തിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പാഠത്തിലേക്ക് പോകാം. കളിമേളം. കളി കഥയിലേക്ക് പകർന്നേറുകയാണിവിടെ. നാട്ടിൽ നിന്ന് കാട്ടിലേക്കും കളി പരന്നെത്തുന്നു. കാട്ടിൽ നടക്കുന്ന കായിക മത്സരങ്ങളുടെ തയ്യാറെടുപ്പും ഒരുക്കൂട്ടലുമാണ് ഈ കഥയിലെ പ്രധാന പ്രമേയം. കാട്ടിലെ കായികോത്സവം. മൊബൈൽ ഫോണുമായി നാട് ചുറ്റാൻ ഇറങ്ങിയതായിരുന്നു വ്ളോഗർ കുഞ്ഞരിപ്രാവ്. കാറ്ററിക് LP സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് മൈക്ക് അനൗൺസ്മെന്റ് കേട്ടു. ഇതെന്ത് കളി? അവൾ അങ്ങോട്ട് പറന്നു. ഭക്ഷണപ്പുരയോട് ചേർന്നുള്ള വരിക്കപ്ലാവിന്റെ ഉയർന്ന കൊമ്പിൽ തന്നെ അവൾ ചെന്നിരുന്നു. അവിടെ ഇരുന്നാൽ സ്കൂളിലെ കാഴ്ച മുഴുവൻ ഒപ്പിയെടുക്കാം. ഓട്ട മത്സരം, കസേരക്കളി, ചാക്കുചാട്ടം, നാരങ്ങ സ്പൂൺ, ലോങ് ജംപ്, മൊത്തത്തിൽ കളിമേളം തന്നെ. കുഞ്ഞരിപ്രാവ് ആ കളികളെല്ലാം മൊബൈലിൽ പകർത്തി. ഓട്ട മത്സരത്തിന്റെ ലൈവ് വീഡിയോ യൂട്യൂബിലിടുകയും ചെയ്തു. കാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും കറുകപ്പുൽ മൈതാനത്ത് സായാഹ്ന സഭയുടെ സമയമായിരുന്നു. എല്ലാ മൃഗങ്ങളും ഒന്നിച്ചു വന്നാലും പിന്നെയും പന്ത് കളിക്കാനുള്ള സ്ഥലം ബാക്കിയുണ്ടവിടെ. കാട്ടിൽ ഇപ്പോൾ പഴയ പോലെ രാജഭരണമല്ല. ലോറ എന്ന പെൺസിംഹത്തിനാണ് കാടിന്റെ ഭരണച്ചുമതല. കഴിഞ്ഞ വേനൽക്കാലത്തു നടന്ന തിരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായ ചക്കക്കൊമ്പനെ ഫോട്ടോ ഫിനിഷിൽ എന്ന പോലെ മറികടന്നാണ് അവൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. പുതിയ നേതാവിന്റെ മുന്നിൽ ഒരു കളിയും നടക്കില്ലെന്ന് കാട്ടിലെ കുഴിമടിയന്മാർക്ക് പോലും അറിയാം. അതുകൊണ്ട് സകലരും സമയത്തെത്തും. എല്ലാവർക്കും മുന്നേ ലോറ ഹാജരാകും. ലോറയുടെ അധ്യക്ഷതയിൽ സായാഹ്ന സഭ തുടങ്ങി. നമ്മുടെ കാട്ടിൽ ഇത്തവണ കായികോത്സവം നടത്തണം. കുഞ്ഞരിപ്രാവ് വിഷയം അവതരിപ്പിച്ചു. അതെന്താ? സംശയക്കാരനായ ഡിങ്കു കഴുത ചോദിച്ചു. ഡിങ്കു, ഇടയ്ക്ക് കയറി കളിക്കല്ലേ, അവൾ മുഴുവൻ പറയട്ടെ. ചക്കക്കൊമ്പൻ നീരസം പ്രകടിപ്പിച്ചു. കാട്ടിലെല്ലാവരും ചേർന്നുള്ള കായിക മത്സരമാണ് ഞാൻ ഉദ്ദേശിച്ചത്, കുഞ്ഞരിപ്രാവ് വ്യക്തമാക്കി. ആർക്കും മത്സരിക്കാം, പ്രായപരിധിയില്ല. പങ്കെടുക്കുന്നവർ അടുത്ത ഞായറാഴ്ച സായാഹ്ന സഭയ്ക്ക് മുമ്പ് പേര് തരണം, കുഞ്ഞിക്കുരുവി ഓർമ്മിപ്പിച്ചു. നാളെ മുതൽ പേര് കൊടുത്തു തുടങ്ങിക്കോളൂ. എന്നാൽ 90ാം മിനിറ്റിലെ കൂട്ടപ്പൊഴിച്ചിൽ ഒഴിവാക്കാം, ചിന്നുമോയൽ കൂട്ടിച്ചേർത്തു. കറുകപ്പുൽ മൈതാനത്ത് വനദിനത്തിൽ കായികമേള ഗംഭീരമായി നടത്താമെന്ന് തീരുമാനത്തോടെ സഭ പിരിഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ കായികോത്സവത്തിനുള്ള പരിശീലനം തകൃതിയായി നടന്നു. കാടാകെ കളിക്കളമായി. വനദർശൻ ചാനലിന്റെ ക്യാമറാമാൻ ചെമ്പരുന്ത് പരിശീലന ദൃശ്യങ്ങൾ ഒപ്പിയെടുത്ത് ലൈവായി സംപ്രേഷണം ചെയ്തു. കായികോത്സവ ദിനമായി. പുലരും മുമ്പ് തന്നെ കാട് മുഴുവൻ മൈതാനത്തിലെത്തി. റണ്ണൻ ചീറ്റപ്പുലി മാർച്ച് പാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിച്ചതോടെ മത്സരങ്ങൾ ആരംഭിച്ചു. അയൽക്കാടുകളിൽ നിന്നടക്കമുള്ള വനമാധ്യമ പ്രവർത്തകരും വ്ളോഗർമാരും ക്യാമറകളും ഡ്രോണുകളുമായി കളത്തിലിറങ്ങി. അതോടെ മൈതാനം നിറഞ്ഞു കവിഞ്ഞു. മൈതാനത്തിന്റെ തെക്കേ മൂലയിൽ ദീർഘദൂര ഓട്ട മത്സരത്തിന് പുള്ളിപ്പുലി പേര് വിളിക്കാൻ തുടങ്ങി. വടക്കേ മൂലയിൽ പുള്ളിമാൻ ലോങ് ജമ്പിന് തുടക്കമിട്ടു. കാട്ടുചോലയിൽ പൊന്മാന്റെ നേതൃത്വത്തിൽ മുങ്ങാങ്കുഴി ആരംഭിച്ചു. എല്ലായിടത്തും ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആവേശം മൂത്ത് ചിലയിടത്തൊക്കെ കാണികൾ കളത്തിലിറങ്ങി. അതോടെ കളി കാര്യമാവുകയും ചെയ്തു. അച്ചടക്ക കമ്മിറ്റി കൺവീനറായ അച്ചുകടുവ സമയോചിതമായി ഇടപെട്ടു. അങ്ങനെയാണ് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായത്. അച്ചുവിനോട് കളിച്ചാൽ അവൻ കളി പഠിപ്പിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. വിജയികളെ അപ്പപ്പോൾ വിജയപീഠത്തിൽ കയറ്റി നിർത്തി മെഡലും പൂമാലയും നൽകി അനുമോദിച്ചു. മൈതാനത്ത് ആർപ്പുവിളികൾ ഉയർന്നു. ക്യാമറകൾ തുരുതുരാ മിന്നി. ജേതാക്കൾ സന്തോഷ കണ്ണീരണിഞ്ഞു. പൊരുതിത്തോറ്റവർ പുഞ്ചിരി കൊണ്ട് സങ്കടക്കണ്ണീർ മായ്ച്ചു കളഞ്ഞു. വിജയികളുമായി അഭിമുഖം നടത്താൻ ചാനലുകാർ തമ്മിൽ ഉഗ്രൻ വടംവലി നടന്നു. ജേതാക്കൾക്കൊപ്പം സെൽഫി എടുക്കാൻ ആരാധകർ ഗുസ്തി പിടിച്ചു. ലോറയും ചില മത്സരങ്ങളിൽ ഒരു കൈ നോക്കി. പഞ്ചഗുസ്തിയിൽ നേടിയ വെങ്കലം കൊണ്ട് അവൾക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. എങ്കിലും ഒട്ടും നിരാശ തോന്നിയില്ല. മേള തീർന്നു പോകരുത് എന്ന് ഓരോരുത്തരും കൊതിച്ചു. കളികളിൽ മുഴുകുമ്പോഴും വിശപ്പും വിഷമങ്ങളും മറക്കുന്നതായി അവർ തിരിച്ചറിഞ്ഞു. എല്ലാ കൊല്ലവും കാട്ടിൽ കലോത്സവത്തിന് പുറമെ കായികോത്സവവും നടത്തും. പ്രായമായവർക്കും ശാരീരിക പരിമിതികൾ ഉള്ളവർക്കും പങ്കെടുക്കാവുന്ന ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തും. ലോറയുടെ പ്രഖ്യാപനത്തോടെയാണ് കായികോത്സവം കൊടിയിറങ്ങിയത്. ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. ആദ്യത്തെ പ്രവർത്തനം
കായികോത്സവം അവസാനിച്ചു എന്നതിനു പകരം കൊടിയിറങ്ങി എന്നാണ് കഥയിൽ പറഞ്ഞത്. ഇതുപോലെ മറ്റെന്തെല്ലാം പ്രയോഗങ്ങൾ കഥയിലുണ്ട് കണ്ടെത്തി പറയൂ. മറ്റ് പ്രയോഗങ്ങൾ: ഫോട്ടോ ഫിനിഷിൽ എന്ന പോലെ, നാട് ചുറ്റാനിറങ്ങി, ഒപ്പിയെടുക്കാം, ഹർഷാരവങ്ങളോടെ, ഗോളടിക്കുക, 90-ാം മിനിറ്റിലെ കൂട്ടപ്പൊരിച്ചിൽ, തകൃതിയായി, ഇഞ്ചോടിഞ്ച് പോരാട്ടം, പൊരുതി തോറ്റവർ, കളി കാര്യമാവുക, ഗുസ്തി പിടിച്ചു, ഒരു കൈ നോക്കുക. അടുത്ത പ്രവർത്തനം: കാട്ടുകായികമേളയിലെ ഇഷ്ടപ്പെട്ട ഒരിനം തിരഞ്ഞെടുത്ത് TV ചാനലിനു വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. അതായത് ഈ മത്സര ഇനങ്ങളിലെ ഏതെങ്കിലും ഒരു ഇനം തിരഞ്ഞെടുത്ത് TV ചാനലിലെ റിപ്പോർട്ടായി അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. നമസ്കാരം, പിങ്കിവാലൻ. വനകായികമേളയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ആവേശകരമായ മത്സരങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓട്ടം, ചാട്ടം, വടംവലി, മരം കയറ്റം, ഊഞ്ഞാലാട്ടം, മുങ്ങാംകുഴി, റിലേ തുടങ്ങിയ കായിക ഇനങ്ങളിൽ പൊരിഞ്ഞ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഏറ്റവും വേഗത്തിൽ മരം കയറുന്നത് ആര് എന്ന മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. വാലൻ കുരങ്ങൻ, പൂവാലൻ അണ്ണാൻ, കീരുക്കരടി എന്നിവരാണ് ഇപ്പോൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. മൂവരും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തുന്നത്. 1-ാം സ്ഥാനം ആര് കരസ്ഥമാക്കും എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കാണികൾ. ആരു തന്നെ ജയിച്ചാലും കാട്ടിലെ മത്സരങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മരം കയറ്റ മത്സരത്തിന്റെ ഫലപ്രഖ്യാപനവുമായി ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം. ക്യാമറാമാൻ കാവതി കാക്കയോടൊപ്പം പിങ്കിവാലൻ, വനവാണി ന്യൂസ്. ഇനി നമുക്കിതിലെ അവസാന പ്രവർത്തനം നോക്കാം. കാട്ടിലെ കായികോത്സവത്തിന്റെ പത്രവാർത്തയുടെ വ്യത്യസ്ത തലക്കെട്ടുകൾ എഴുതൂ. അപ്പോൾ നമുക്ക് കായികോത്സവത്തിന് നൽകാവുന്ന തലക്കെട്ടുകൾ നോക്കാം. കാട്ടിലെ കായികോത്സവത്തിന് ഗംഭീരമായ തുടക്കം. കാട്ടിലെ കായികോത്സവം പകർത്താൻ വ്ളോഗർമാർ തടിച്ചുകൂടി. ലോറ പെൺസിംഹത്തിന്റെ നേതൃത്വത്തിൽ കായികോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചു. മരം കയറ്റ മത്സരത്തിൽ റെക്കോർഡ് ജയവുമായി പൂവാലൻ അണ്ണൻ വിജയിയായി. ഇതുപോലുള്ള മറ്റ് രസകരമായ തലക്കെട്ടുകൾ കൂട്ടുകാർക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിൽ കളിമേളം എന്ന പാഠവും അതിൽ വരുന്ന പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ബ്ലൂമിംഗ് ബഡ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും നമുക്ക് 4-ാം ക്ലാസ്സിലെ മറ്റു പാഠങ്ങളുമായി കാണാം. താങ്ക്